പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഒടുവിൽ മാനസയുടെ ചതികൾ പുറത്തു വന്നു. എല്ലാ കാര്യവും പൊളിച്ചടക്കിയിരിക്കുകയാണ്. മറ്റാരുമല്ല, ബലരാമൻ. കൺമണിയുടെ ഡിസൈനുകളാണ് മാനസ ഉപയോഗിക്കുന്നത് എന്നും മാനസയ്ക്ക് യാതൊരു വിധത്തിലും ഡിസൈൻ ചെയ്യാൻ അറിയുകയില്ല എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് പുറത്തായിരിക്കുകയാണ്. ഇതോടെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യം ബാക്കിയാവുകയാണ് മുൻപിൽ. ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാനിടയാവുകയാണ് സാഗർ. ആകെ ഞെട്ടിപ്പോകുന്ന സാഗർ ബലരാമൻ പറയുന്നത് കള്ളമാണ് എന്ന് ആരോപിക്കുന്നു. ഇത് കേൾക്കുന്ന ബലരാമൻ, എനിക്ക് നുണ പറഞ്ഞിട്ട് എന്ത് ലാഭമാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് നുണ പറയതിൻ്റെ ആവശ്യവുമില്ല. നിങ്ങളെ പറ്റിച്ചത് മറ്റാരുമല്ല, മാനസ തന്നെയാണ്. മാനസ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഒരിക്കലും മാനസ ഒരു നല്ല ഡിസൈനർ ആയിരുന്നില്ല. അവൾക്ക് ഒന്ന് ഡിസൈൻ ചെയ്യാൻ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് സാഗർ. ഇതേ തുടർന്ന് ബലരാമൻ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് അറിയുന്നതിനു വേണ്ടി കാര്യങ്ങൾ ചോദിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സാഗർ മാനസയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. മാനസ, എന്താണ് സാഗർ പെട്ടെന്ന് വന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അത് ചോദിക്കുന്നതിനാണ് വന്നിരിക്കുന്നത്. നീ എന്നോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് കേട്ടതിനെ തുടർന്ന്, ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? സത്യം പറയാൻ ഞാൻ തയ്യാറാണ്. എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. കാര്യം പറയൂ. ഇത് കേട്ടതിനെ തുടർന്ന്, നീ തന്നെയാണോ ആ ഡിസൈനുകളെല്ലാം ചെയ്തത്? അതോ വേറെ വല്ലവരുമാണോ നിനക്ക് വേണ്ടി ഡിസൈൻ ചെയ്തത്? സത്യം നീ ഇപ്പോൾ പറയണം. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് മാനസ. അങ്കിൾ എന്താ ഇപ്പോൾ അങ്ങനെ ചോദിച്ചത്? എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ? എല്ലാ കാര്യവും കൃത്യമായി തന്നെയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന്, അങ്ങനെയല്ല, കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. നീ അല്ല ആ ഡിസൈൻ വരച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ? അത് ഇല്ല അങ്കിൾ, ഞാൻ സത്യമാണ് പറയുന്നത്. അല്ല, നീ എന്തോ കാര്യം മറച്ചു വെക്കുന്നുണ്ട്. എനിക്ക് ആ കാര്യം കൃത്യമായി അറിഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് തന്നെ നീ കാര്യങ്ങൾ വ്യക്തമാക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന മാനസ ഇതേ തുടർന്ന് തൻ്റെ തെറ്റ് സമ്മതിക്കാൻ ഒടുവിൽ തയ്യാറായിരിക്കുകയാണ്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി അങ്കിൾ. അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഞാനല്ല ആ ഡിസൈൻ എല്ലാം വരച്ചത്. എനിക്ക് വേണ്ടി മറ്റൊരാളാണ് വരച്ചു തന്നത്. ദയവായി അങ്കിൾ ഞാൻ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാകണം. കൃഷിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഒരിക്കലും ഇവിടെയുള്ളവരെ പറ്റിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സാഗർ, നീ നീ എന്താണ് ചെയ്തു വെച്ചത് എന്നുള്ള കാര്യത്തിൽ വല്ല ബോധവുമുണ്ടോ നിനക്ക്? നീ കാരണം ഇപ്പോൾ എന്തൊക്കെ പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന്, അങ്കിൾ എന്നോട് ക്ഷമിക്കണം അങ്കിൾ. ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് കരുതിയല്ല ഇതെല്ലാം ചെയ്തത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്കിൾ ദയവായി എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചിട്ട് എന്താണ് കാര്യം? കാര്യങ്ങൾ അങ്ങനെയല്ല ഇപ്പോൾ.
നിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ മോശമായി പോയി. ഇതിപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ കാര്യത്തിൽ എന്താവും സംഭവിക്കുക എന്ന് പോലും അറിയാതെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ ചതി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കമ്പനിയെ തന്നെ തകർക്കുന്ന ചതിയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ മാനസ പകച്ചുപോയതിനെ തുടർന്ന് മാനസയോട് പോകൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സാഗർ ചെയ്യുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് സാഗർ ഇനി എന്താകും കാര്യങ്ങൾ എന്ന് അറിയുന്നതിന് വേണ്ടി ദേവ്ജിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു. ദേവ്ജിയോട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ദേവ്ജി, പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്തേ മതിയാകൂ. ഇത് കേൾക്കാൻ ഇടയായതിനെ തുടർന്ന് ഞാൻ അന്ന് കാര്യങ്ങൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറഞ്ഞതാണ്, അവൾ നിങ്ങളെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്ന്. ആ ഡിസൈൻ മറ്റാരുമല്ല ചെയ്തത്, കൺമണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് തുറന്നു പറയുന്നത്. ഒരിക്കലും മാനസയ്ക്ക് അങ്ങനെയൊരു ഡിസൈൻ വരയ്ക്കാനുള്ള കഴിവില്ല. അത് കൺമണി തന്നെയാണ് വരച്ചത്. പക്ഷേ കൺമണി എന്തുകൊണ്ടാണ് അവളെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇത് കേൾക്കുന്ന സാഗർ, അവർ നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കൺമണി അങ്ങനെയൊക്കെ ചെയ്തത്. അത് നമ്മുടെ കമ്പനിയെ തന്നെ വളരെ മോശകരമായി ബാധിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് ദേവ്ജി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.